നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് ലാഭകരമല്ല എന്ന് പ്രഖ്യാപിച്ചും മുഖ്യമന്ത്രി ആന്റണി രാജുവിനെതിരെ ഒളിയമ്പേതും പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തുടക്കമാണ് വിവാദത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാറിനെതിരെ പരസ്യ പ്രസ്താവനകൾ അരുതെന്ന് മുൻ മന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജുവിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ CPIM. ഗണേഷിന്റെ ഇടപെടലുകൾ ആന്റണി രാജുവിനുണ്ടായ വേദന തിരിച്ചറിയുന്നുണ്ടെന്നും CPIM അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിവാദങ്ങളിൽ തൽക്കാലം ആന്റണി രാജു പ്രതികരിക്കില്ല. ആന്റണി രാജുവിന്റെ നിലപാടുകൾ കൂടി കേട്ട ശേഷമാണ് ഇലക്ട്രിക്കൽ ബസ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നത്. ഇലക്ട്രിക് ബസ് വിവാദം മുറുകുമ്പോഴും KSRTCയിലെ പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഉറച്ച ഗണേഷ് കുമാറും തൊട്ടപ്പുറത്തുണ്ട്. കോർപ്പറേഷനെ ലാഭത്തിലാക്കി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നതിനാണ് മുൻഗണന എന്ന നിലപാടിലാണ് അദ്ദേഹം. എന്നാൽ ഇലക്ട്രിക് ബസ് വേണമെന്ന നിലപാടിലാണ് CPIM. അത് പാർട്ടി നേരിട്ട് പറയുകയും ചെയ്തു. അടുത്ത ഇടത് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. ആന്റണി രാജു തന്നെ വിഷയം ഉയർത്തുകയും ചെയ്യും. അതിന് ശേഷം മുന്നണി പൊതു തീരുമാനമെടുക്കും. ഇവിടെ മന്ത്രി ഗണേഷിനും അഭിപ്രായം പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി മനസ്സറിഞ്ഞായിരിക്കും CPIM ഇലക്ട്രിക് ബസ് വിഷയത്തിൽ നിലപാടെടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ 10 രൂപ ബസ്സിൽ ഇടതു മുന്നണി ഉറച്ചു നിൽക്കുമെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക്കൽ ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി വാങ്ങില്ല എന്നുമുള്ള ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് VK പ്രശാന്ത് MLA CPIMൽ നിന്നും ആദ്യ വെടി പൊട്ടിച്ചത്. ഇലക്ട്രിക്കൽ ബസ് സർവീസ് സർക്കാരിന്റെ തീരുമാനമാണെന്നും KSRTCക്ക് അതിൽ ബാധ്യതയില്ല എന്നുമായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം. ഇടതു യോഗത്തിൽ ഇത് തന്നെയാകും CPMന്റെയും നിലപാട്. ഇലക്ട്രിക്കൽ ബസ് സർവീസിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവ നിലനിർത്താനുള്ള നടപടിയാണ് വേണ്ടത്. നഗരമലിനീകരണം കുറയ്ക്കുന്ന ഇലക്ട്രിക്കൽ ബസ്സുകൾ ഒഴിവാക്കുക എന്നത് ഇടതു മുന്നണിയുടെ നയമല്ല എന്നും പ്രശാന്ത് തുറന്നടിച്ചു. പ്രശാന്തിന് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രിക്കെതിരെ രംഗത്തെത്തി. ജനത്തിന് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക്കൽ ബസ് തുടരണം എന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി. മന്ത്രി മാത്രമല്ലല്ലോ, മന്ത്രിസഭയല്ലേ കാര്യങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയോട് അനുമതി വാങ്ങിയാണ് ഈ നിലപാട് CPIM സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചതെന്നും സൂചനയുണ്ട്. അതേസമയം ഇലക്ട്രിക്കൽ ബസ് സർവീസ് സംബന്ധിച്ച KSRTC മാനേജിംഗ് ഡയറക്ടറോട് മന്ത്രി വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഓരോ ബസിന്റെയും വരുമാനം, റൂട്ട് വിവരങ്ങൾ ഉൾപ്പെടെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഓർഡിനറി സർവീസ് നടത്തിയിരുന്ന ഡീസൽ ബസ്സുകൾ പിൻവലിച്ചാണ് ഇലക്ട്രിക്കൽ ബസ്സുകൾ നിരത്തിലേക്ക് ഇറക്കിയത്. ഒരു ഇലക്ട്രിക്കൽ ബസിന്റെ വിലയ്ക്ക് കൂടുതൽ ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം. ഇവയാകട്ടെ KSRTC സ്വിഫ്റ്റിന് വേണ്ടിയാണ് സർവീസ് നടത്തുന്നത്. വൻ തുകയ്ക്ക് വാങ്ങിയ ഇലക്ട്രിക്കൽ ബസ്സുകൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ഓടിക്കുന്നത് കോർപ്പറേഷന് വൻ ബാധ്യത ഉണ്ടാക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് മന്ത്രി ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയില്ല ഈ പുതിയ ഇലക്ട്രിക്കൽ ബസ് വിവാദം എവിടെ ചെന്ന് നിൽക്കുമെന്ന്. എന്തായാലും കണ്ടറിയാം.